എവിടെ പോവാ? എന്റെ പൊന്നു മുതലാളി, എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണ്ട, ഞാൻ ഇവിടെ തന്നെ കാണും. ചേട്ടാ 2 ക്ലോസപ്പ്, പിന്നെ 2 ബ്രഷ്, പിന്നെ ഒരു 2 സാമ്പ്രാണത്തിരി. ഇത്രയും മതി. ഓക്കെ മോനെ. ഇങ്ങനെയൊക്കെ നടന്നാ മതി. ഈ വയറും തെളിച്ചോണ്ട് ഇങ്ങനെ നടന്നാണല്ലോ പെമ്പിളാരും ഒക്കെ. നമുക്ക് വല്ല ജിമ്മിലും പോവാം. എന്തിനാടാ ജിമ്മിൽ പോയി പൈസ കളയുന്നത്? നമുക്ക് വല്ല ബാഡ്മിന്റൺ കളിക്കാൻ പോയാ പോരെ? എന്നാ അതുകൊണ്ട് അടുത്ത് ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട്, അവിടോട്ട് പോവാ. എന്താ ഒരാഴ്ച കഴിഞ്ഞ് പോയാ പോരെ? മടി അതങ്ങ് പറഞ്ഞാ പോരാ. മടിയായിട്ടല്ല, രാവിലെ എണ്ണിക്കാൻ എന്തോ പോലെ. നീ പോയിട്ട് വാ. വേറൊന്നും കണ്ടല്ലോ കേട്ടോ, മുതലാളിക്ക് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാ ഭയങ്കര ജീവന. എന്നെ ആരും തൊട്ട് കഴിഞ്ഞാ മുതലാളിക്ക് അത് തീരെ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. വണ്ടിയിലാണോ ഇതിന്റെ കളി? ആരടാ? എടാ ബ്രഷും പേസ്റ്റും ഒക്കെ മേടിച്ചോ? മറന്നോ? മറന്നു. ഒരു ഗുണമില്ലല്ലോടാ നിന്നെ കൊണ്ട്. രാവിലെ ഒരു വണ്ടി എടുത്ത് കെട്ടിപ്പിടിച്ചോണ്ട് അങ്ങ് നടന്നോളും കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ എന്നെ എന്തിനാണ് ഉൾപ്പെടുത്തുന്നേ? അച്ഛൻ എന്നെ എന്തോളം പറഞ്ഞോ? വണ്ടിയെ വല്ലതും പറഞ്ഞാലോ? എന്താണ് വണ്ടിയെ പറഞ്ഞ എന്തെങ്കിലും പൊള്ളു? പൊള്ളു നിനക്ക്? ഒരു മണവും ഗുണവും ഇല്ലാത്ത വണ്ടി. അവന്റെ ഷോ കണ്ടാ തോന്നുന്നു ആ വണ്ടി അവന്റെ തന്തേന്ന്. അതിപ്പോ എനിക്കും ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. മുതലാളിക്ക് എന്നോട് ഇത്രയും ആത്മബന്ധം ഉണ്ടാവാൻ ഒരു കാരണമുണ്ട് കേട്ടോ. എന്താണ് കാണണമെന്ന് പറഞ്ഞേ? എന്താ ഇത്ര താമസിച്ചേ? അത് പിന്നെ ഇവന്റെ ടയർ പഞ്ചറായി. എനിക്ക് ബ്രേക്കപ്പ് വേണം. എനിക്ക് ബ്രേക്കപ്പ് കിട്ടിയേ തീരൂ. 8 വർഷം പ്രണയിച്ചിട്ട് ബ്രേക്കപ്പ്? അത് പിന്നെ മുതലാളി ഒരു പെണ്ണിന്റെ പുറനും പോയിട്ടുമില്ല. പിന്നെ മുതലാളിക്ക് ഏറ്റവും ജീവൻ ഞാനായി. കാരണം ഞാൻ വിട്ടുപോകത്തില്ലെന്ന് മുതലാളിക്ക് അറിയാവേ. എങ്ങനെ തുടച്ച് അവൻ വണ്ടിയുടെ പെയിന്റ് പോന്ന വരെ തുടയ്ക്കും. മോനെ സിസ്റ്റർ, ഞാൻ പറഞ്ഞ ടെസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു. റിപ്പോർട്ട് എൻ്റെ ടേബിളിൽ വേണേ. എടോ, തൻ്റെ അച്ഛൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് ഞാൻ കണ്ടായിരുന്നു. ഡോക്ടറെ, എന്തെങ്കിലും കുഴപ്പം? അത്യാവശ്യമായിട്ട് ഒരു ഓപ്പറേഷൻ വേണം, ഉടനെ വേണം. എടാ, ഞാൻ അഖിലാടാ. എടാ, അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലാ, കുറച്ച് പൈസ വേണമായിരുന്നു. മറക്കി കാണുമോ? ഹലോ എടാ, ഹോസ്പിറ്റൽ കേസ് ആയോണ്ടാടാ, ഒന്ന് മറിക്കാൻ നോക്കടാ. ആരുടെ ചോദിക്കാവോ? ഹലോ എടാ, ഞാൻ നിനക്ക് തന്ന പൈസ ചോദിക്കുന്നത്, കടവായിട്ടൊന്നും വേണമെന്നില്ല. തന്ന പൈസ തിരിച്ചാടാ. ഞാൻ പൈസക്ക് മോഡൽ വണ്ടിയാ. 90 മോഡൽ വണ്ടിയാണോ? പക്ഷേ അതെടുക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് ഇങ്ങനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ താല്പര്യമുള്ളവർ വരണം, അല്ലാത്തവരൊന്നും എടുക്കത്തില്ല. ഒരു കാര്യം ചെയ്യും, ഞാനൊരു ടീമിനെ അങ്ങോട്ട് പറഞ്ഞു വിടാം. അമ്മാരെ ഒന്ന് നോക്കട്ടെ, അമ്മാരെ അത് എടുക്കത്തുള്ളൂ. ശരി ശരി, ഓക്കെ. ഞാൻ ആ പറഞ്ഞ ലൊക്കേഷൻ ഉണ്ട്. കാണുന്നില്ലല്ലോ. നിന്റെ വണ്ടിയായിരുന്നു എന്നാ എനിക്ക് വേണ്ട. ചേട്ടാ, ആ കാര്യം വെച്ചാൽ അങ്ങനെയൊന്നും പറയല്ലേ. ഒരു അത്യാവശ്യ എമർജൻസി സിറ്റുവേഷൻ ആയോണ്ടാ ഇത് വാങ്ങണം. വാങ്ങാം,
പക്ഷെ തന്നൊന്നും തിരിച്ചു തരാതെ എങ്ങനാടാ വാങ്ങുന്നത്? ഒരു കട കിട്ടട്ടെ ഇങ്ങനെ വാങ്ങുന്ന കൊണ്ട് ശരിയല്ലല്ലോടാ. വണ്ടിയായാലും പെണ്ണായാലും അധികം സെന്റിമെന്റൽ നല്ലതല്ല കേട്ടോ. പൈസ ഇട്ടിട്ടുണ്ട് കേറാ. എന്താടാ കൊള്ളുന്നോ? വണ്ടിയുടെ അളിയാ. വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ. മുതലാളിക്ക് ഞാനെന്താ ചെയ്യാൻ? ഭയങ്കര ജീവനം. എന്നെ ആരും തൊട്ടു കഴിഞ്ഞാൽ മുതലാളിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധം. ഒരു പെണ്ണിന്റെ പുറനും പോയിട്ടുമില്ല. പിന്നെ മുതലാളിക്ക് ഏറ്റവും ജീവൻ ഞാനായി. കാരണം ഞാൻ വിട്ടുപോകത്തില്ലെന്ന് മുതലാളിക്ക് അറിയാവേ. മോനെ, വണ്ടി മിസ് ചെയ്യുന്നുണ്ടല്ലേ? എനിക്ക് വേണ്ടി നിന്റെ വണ്ടി കൊടുക്കേണ്ടി വന്നല്ലേ? സാരില്ല അച്ഛാ, അച്ഛൻ്റെ ഭാഷ പറഞ്ഞ പാട്ടുവണ്ടി അത് പോകുന്നതിനാണ്. ഞാൻ പോയിട്ട് അച്ഛനുള്ള മരുന്ന് മാറ്റി വരാം. മോനെ എങ്ങനെയാ പോന്നെ? ബസ്സിനോ? വണ്ടി ആ നാളെ പറ്റിക്കാൻ നോക്കുന്നതാ. എത്ര വട്ടമാണെന്നറിയ ഈ പുല്ല് ഓഫ് ആവുന്നതെന്നറിയാം നിനക്ക്? ഒരു സ്ഥലത്ത് ഈ വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. 499, 500, 501. കഴിഞ്ഞ തൊട്ട് 501 സ്റ്റാർട്ട് ആകാനല്ലോ. ഇപ്പൊ എന്താ പറ്റി? പുല്ല് വണ്ടി അവൻ തന്നു പറ്റിച്ചാടാ. എടാ എന്നാലും ഇങ്ങനെയൊക്കെ പറ്റിക്കാണോ ഒരു മനുഷ്യനെ? എടാ ഈ പന്ന വണ്ടി തിരിച്ചു കൊടുത്തിട്ടേ നമ്മളെ പൈസ തിരിച്ചു മേടിക്കാം. ഇത് തിരിച്ചു കൊടുക്ക്. സ്റ്റാർട്ട് ആവണ്ടായിരുന്നു. എങ്ങനെയല്ലോ ആക്കളിയാവുന്നു. 510 സ്റ്റാർട്ട് ആവും ഉറപ്പാ. ആ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ആയി. വണ്ടി ഇനി ഓഫ് ആവുന്നതിന് മുമ്പ് കൊണ്ട് കൊടുക്കാം. അതെ അതെ 510 അടിക്ക് ഒരു സ്റ്റാർട്ട് ആവും. വണ്ടി തിരിച്ചെടുത്തോട്ട് ഒരു മാസത്തിൽ പൈസ തിരിച്ചു തന്നില്ലെങ്കിലാ നിന്റെ പുല്ല് വണ്ടി ഉണ്ടല്ലോ, നീ തന്നെ വെച്ചോ. ഇറങ്ങണം. മേലെ ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങരുത് ചുമ്മാ. മുതലാളി ഞാൻ തിരിച്ചു വന്നു കേട്ടോ. പൊട്ടനും പോയി ചട്ടിയും കിട്ടി. അയ്യ സാ